മലപ്പുറത്ത് LDF പ്രചരണത്തിന് ആവേശം പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ജില്ലയിൽ 4 കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. UDF നേതാക്കൾക്ക് വസ്തുതകളെ ഭയമാണെന്നും അതുകൊണ്ടാണ് നുണകളെ ആശ്രയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ തിരൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി, തവനൂർ കൺവെൻഷനുകൾക്ക് ശേഷം പെരിന്തൽമണ്ണയിൽ സമാപനം. ആയിരങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും എത്തിയത്. യോഗങ്ങളിൽ 10 വർഷത്തെ സംസ്ഥാനത്തെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളം തകർന്നു പോവട്ടെ എന്ന ചിന്തയാണ് UDFനും കേന്ദ്രം ഭരിക്കുന്ന BJPക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം BJP സർക്കാർ തടഞ്ഞപ്പോൾ UDF നേതാക്കൾ മിണ്ടിയില്ല. അങ്ങനെ സഭയിൽ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ അതിന്റെ വസ്തുതകളെക്കുറിച്ചുള്ള മറുപടി ഭരണപക്ഷത്ത് വരുമല്ലോ. അപ്പോ എരിവരി കൊള്ളുന്നത് ഭരണപക്ഷമായിരിക്കില്ല, ഉന്നയിച്ച പ്രതിപക്ഷമാകും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യവും ഉന്നയിക്കാൻ കഴിയാതിരുന്നത്. വസ്തുതകൾ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാനാവില്ല. അപ്പോൾ അവരെ ആശ്രയിക്കുന്നത് നല്ലതുപോലെ നുണകൾ പ്രചരിപ്പിക്കുക, നുണകൾ അഴിച്ചുവിടുക, വ്യാപകമായി പ്രചരിപ്പിക്കുക. അത്തരം നുണപ്രചരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നാണ് അവർ കരുതുന്നത്. വസ്തുതകളെ കോൺഗ്രസ് ഭയക്കുന്നു, നുണകളെ ആശ്രയിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൂർണ്ണവിരാമം. ഈ കഴിഞ്ഞ 10 വർഷം ഒരു വർഗീയ സംഘർഷമോ ഒരു വർഗീയ കലാപമോ ഇല്ല. എന്തുകൊണ്ടാണത്? LDF അധികാരത്തിലുള്ളതുകൊണ്ട്. LDFന് ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല. എല്ലാ വർഗീയതയും ശക്തമായി എതിർക്കും. ഒരു വർഗീയതയും ചാരി നിൽക്കില്ല. എവിടെയെങ്കിലും വർഗീയ സംഘർഷമുണ്ടായാൽ കർക്കശമായ നടപടി അതിലൂടെ നേരിടും. അതായത് വർഗീയ ശക്തികൾക്ക് തല പൊക്കാനാവില്ല. അതല്ലേ നമ്മൾ അനുഭവിക്കുന്ന സമാധാനപരമായ ജീവിതത്തിൻ്റെ കാരണം. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDFനുള്ളത്. ജനങ്ങൾ LDF സർക്കാരിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.